ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സഭാകോടതി, പാമ്പാരത്തിൻ്റെ സഭാകോടതിയെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂലക്കാട്ട് പിതാവ് ഈ കോടതി സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പാമ്പാറ പിതാവ് പ്രതിഷേധം അറിയിച്ചപ്പോൾ സസ്പെൻഷനൊന്നും ഇല്ല, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞാൻ കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മൂലക്കാട്ട് പിതാവ് തലകുത്തി മറിഞ്ഞു, അല്ലേ, മലക്കം പറഞ്ഞു. അപ്പം ഈ മൂലക്കാട്ട് പിതാവിന് ഈ കോടതി സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടോ ഇല്ലയോ? അദ്ദേഹത്തിൻ്റെ കൽപ്പനയൊന്നുമല്ല, ഒരു നിർദ്ദേശമാണത്. ആ നിർദ്ദേശത്തെക്കുറിച്ച് നിയമവൃത്തങ്ങൾ പറഞ്ഞ ഒരു സംഗതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. പ്രോട്ടോകോൾ നമ്പർ 1/2025, റവറൻ ഡോക്ടർ ജെയിംസ് പാമ്പാറ, പ്രിസൈഡിംഗ് ജഡ്ജി, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ട ഒരു പ്രത്യേക ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് ആ അഡ്രസ്സിലാണ് മൂലക്കാട്ട് പിതാവ് ഒരു കൽപ്പന കൊടുത്തത്. ആ കൽപ്പന ഇങ്ങനെയാണ്. ആ കൽപ്പന വായിച്ചിട്ട് അതിനധികം ഇങ്ങനെയൊക്കെ ചെയ്യാൻ അധികാരമുണ്ടോ ഇല്ല എന്നാണ് നമ്മൾ വക്കീലന്മാരുടെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. പ്രിയ റവറൻ ഫാദർ ജെയിംസ് പാമ്പാറ, നീതിന്യായ ഭരണത്തിൻ്റെ ജനറൽ മോഡറേറ്റർ എന്ന നിലയിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണലിൻ്റെയും മറ്റ് കീഴ്ക്കോടതികളുടെ മേൽ ജാഗ്രത പുലർത്താനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ നിലവിലുള്ള വിഷയത്തിൽ താങ്കൾക്ക് എഴുതുന്നു. എനിക്ക് ഇതിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതിന് കോട്ട് ചെയ്തിരിക്കുന്നത് സുപ്പീരിയർ ട്രിബ്യൂണലിൻ്റെ ചട്ടങ്ങൾ അനുബന്ധം പ്രത്യേക നിയമം പേജ് 85. അങ്ങ് അധ്യക്ഷനായിരിക്കുന്ന സ്പെഷ്യൽ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിനെക്കുറിച്ചുള്ള ഒരു ഔപചാരിക പരാതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാമ്പ്ളാനിൽ നിന്ന് എനിക്ക് ലഭിച്ചു. പരാതിയും അനുബന്ധ രേഖകളും പരിശോധിച്ചപ്പോൾ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടിയ ശരിയാണെന്ന് കണ്ടെത്തി. നീതി നിർവഹണ പ്രക്രിയയുടെ സത്യസന്ധത സംരക്ഷിക്കുന്നതിനും നീതിയുടെ ശരിയായ നിർവഹണം ഉറപ്പാക്കുന്നതിനും സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ മുകളിൽ സൂചിപ്പിച്ച ഉത്തരവുകളിൽ പരിഗണിക്കപ്പെട്ട കേസുകളിലെ എല്ലാ തുടർ നടപടികളും ഉടനടി നിർത്തിവെക്കാൻ താങ്കളോട് ഇതിനാൽ ആവശ്യപ്പെടുന്നു. പരാതിയുടെ പരിശോധന പൂർത്തിയാക്കി എൻ്റെ റിപ്പോർട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായ മേജർ ആർച്ച് ബിഷപ്പ് സമർപ്പിക്കുന്നത് വരെ ഈ സസ്പെൻഷൻ പ്രാബല്യത്തിൽ വരും. ആർച്ച് ബിഷപ്പ് മൂലക്കാട്ട്, 9 ഓഗസ്റ്റ് 2025. ഇതേക്കുറിച്ച് നിയമവൃത്തം പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. 1. കൽപ്പന പുറപ്പെടുവിച്ച അധികാര കേന്ദ്രത്തിൻ്റെ യോഗ്യതയും വിജിലൻസ്, മേൽനോട്ടത്തിൻ്റെ സ്വഭാവവും. ഇതാണ് വക്കീലുമാർ നൽകിയിരിക്കുന്ന ഒരു തലക്കെട്ട്. ഈ കൽപ്പന പുറപ്പെടുവിച്ച അധികാര കേന്ദ്രത്തിൻ്റെ യോഗ്യത ഏതൊരു ഭരണപരമായ നടപടിയുടെയും സാധുത പ്രാഥമികമായി അത് പുറപ്പെടുവിക്കുന്ന അധികാര കേന്ദ്രത്തിൻ്റെ യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. അധികാരമില്ലാത്തൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ കാര്യം നടക്കില്ലല്ലോ. ഈ സസ്പെൻഷൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത് നീതി നിർവഹണത്തിനായുള്ള ജനറൽ മോഡറേറ്ററാണ്. ഈ നടപടി അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണോ എന്ന് നിർണ്ണയിക്കുന്നതിന് ഈ പദവിയുടെ അധികാരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ജനറൽ മോഡറേറ്റർ എന്ന പദവി, ഈ ജനറൽ മോഡറേറ്റർ ആണല്ലോ മൂലക്കാട്ട് പിതാവ്. നീതി നിർവഹണത്തിനായുള്ള ജനറൽ മോഡറേറ്റർ എന്ന പദവി സഭയുടെ സാർവത്രിക നിയമത്തിൽ പറയുന്ന ഒന്നല്ല. കാരണം ഇത് പൗരത്വ സഭകളുടെ കാനൻ നിയമ സംഹിതയിലില്ല. മറിച്ച് ഇത് സീറോ മലബാർ സഭയുടെ തനത് നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഒരു പദവിയാണ്. സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായ ഭരണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ അധികാരമുള്ള ഒരു സ്വയംഭരണ സഭയാണ്. അപ്പോൾ അത് ചെയ്യാനൊക്കെ പറ്റും, ഇങ്ങനെ സ്ഥാപിക്കാം. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയായുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം നീതി നിർവഹണത്തിനുള്ള ജനറൽ മോഡറേറ്റർ എന്ന പദവി മെത്രാന്മാരുടെ സിനഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരമോന്നത കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. സുപ്പീരിയർ ട്രിബ്യൂണൽ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോഡറേറ്റർ അധികാരം സീറോ മലബാർ സഭയുടെ തനത് നിയമസംഹിതയിലെ പരമോന്നത കോടതിയുടെ നിയമാവലി അനുബന്ധത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് കൽപ്പനയിൽ പറയുന്നുണ്ട്. 85 എന്ന് പറഞ്ഞല്ലോ. ഇത് വ്യക്തമാക്കുന്നത് മോഡറേറ്റർ അധികാരം പൗരസ്ത്യ കാനോൻ നിയമത്തിൽ അന്തർലീനമായ ഒരു സാർവത്രിക അധികാരമല്ല, മറിച്ച് സീറോ മലബാർ സഭയുടെ തനത് നിയമം വഴി ഏൽപ്പിച്ചു കൊടുത്തതും നിർവചിക്കപ്പെട്ടതുമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പരിധിയാണ് ഈ പറയുന്നത്. 2. എന്തിനാണ് ഈ പദവി? മേൽനോട്ടം, വിജിലൻസിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അധികാരം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രൈബ്യൂണലിൻ്റെയും മറ്റ് കീഴ്ക്കോടതികളെയും മേലുള്ള മേൽനോട്ടത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് താൻ ചെയ്യുന്നതെന്ന് ഈ കൽപ്പനയിൽ മൂലക്കാട്ട് പിതാവ് പറയുന്നു. ഇവിടെ വിജിലൻസിയ എന്ന കാനൂനിക ആശയം വളരെ നിർണായകമാണ്. സഭയുടെ നിയമ പാരമ്പര്യത്തിൽ മേൽനോട്ടം, വിജിലൻസ് എന്നത് നിരീക്ഷിക്കാനും
മേൽനോട്ടം വഹിക്കാനും ജാഗ്രത പുലർത്താനുള്ള അധികാരമാണ്. കീഴ്ഘടകങ്ങൾ, അതായത് കോടതികൾ, ശരിയായ രീതിയിലും നിയമമനുസരിച്ചും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിൽ സാധാരണയായി രേഖകൾ പരിശോധിക്കാനും റിപ്പോർട്ടുകൾ സ്വീകരിക്കാനും നിയമലംഘനങ്ങൾ തിരുത്തലിനായി യോഗ്യതയുള്ള അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അധികാരമാണ് ഇതിനുള്ളത്. എങ്കിലും വിജിലൻസിന്റെ ഭരണാധികാരത്തിൽ നിന്ന് പ്രത്യേകിച്ച് മറ്റൊരു സ്ഥാപനത്തിന്റെ നിയമപരമായ നിലയെയോ പ്രവർത്തനത്തെയോ നേരിട്ട് മാറ്റം വരുത്തുന്ന ഭരണപരമായ നടപടികൾ പുറപ്പെടുവിക്കാനുള്ള നിർവഹണത്തിൽ നിന്ന് വേർതിരിച്ച് കാണണം. അതായത് വിജിലൻസിന്റെ ഭരണാധികാരം അത് മറ്റൊരു നിയമം ഇല്ലേ, വിജിലൻസ് കോടതി പോലെയാണിത്. അതിന് മറ്റൊരു കോടതിയുടെ നിയമപരമായ അസ്തിത്വം, പ്രവർത്തനം, അതിന് നേരിട്ട് മാറ്റം വരുന്ന ഭരണപരമായ നടപടികൾ പുറപ്പെടുവിക്കാനുള്ള നിർവഹണ അധികാരം ഇതൊന്നുമില്ല. ഒരു കോടതി സസ്പെൻഡ് ചെയ്യുന്നത് കേവലം ഒരു മേൽനോട്ട നടപടിയല്ല, മറിച്ച് ഗുരുതരമായ ഒരു നിർവഹണ അധികാര പ്രവൃത്തിയാണ്. ഇത് നീതിന്യായ അധികാരം പ്രയോഗിക്കുന്നത് തടയുന്ന ഒരു നേരിട്ടുള്ള ഇടപെടലാണ്. ഒരു കോടതി സ്ഥാപിക്കൽ അധികാരവും തന്മൂലം അതിനെ സസ്പെൻഡ് ചെയ്യാനോ ഇല്ലാതാക്കാനുള്ള അധികാരവും സാധാരണയായി അത് സ്ഥാപിച്ച അധികാര കേന്ദ്രത്തിനാണ്, അല്ലാതെ വിജിലൻസ് കോടതിക്കല്ല. 2024 ഡിസംബർ 18 കൽപ്പന പ്രകാരം പ്രത്യേക കോടതി രൂപീകരിച്ച മേജർ ആർച്ച് ബിഷപ്പ്, മെത്രാന്മാരുടെ സെനഡ് അല്ലെങ്കിൽ പരിചിത സിംഹാസനം അങ്ങനെയുള്ള അധികാര കേന്ദ്രങ്ങൾക്കാണ് അത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് മോഡറേറ്ററുടെ കൽപ്പന പ്രത്യേക കോടതി പ്രയോഗിച്ചുകൊണ്ടിരുന്ന നീതിന്യായ അധികാരത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു നിർവഹണ അധികാര പ്രവൃത്തിയായി കാണപ്പെടുന്നു. അത് മോഡറേറ്റർ തനിക്ക് നൽകിയിട്ടുള്ള അധികാര പരിധിക്ക് പുറത്ത് പ്രവർത്തിച്ചോ എന്ന ഗുരുതരമായ ചോദ്യം ഉയർത്തുന്നു. ഈ പാമ്പളാനി പിതാവിനെതിരെയും ഇതേ പ്രശ്നം സംഭവിച്ചിരുന്നു. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു, അതായത് ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് അഭിനയിച്ച് അല്ലേ പ്രയോഗിച്ചു. അതേ പ്രശ്നം മൂലക്കാട്ട് പിതാവിനെതിരെയും വരികയാണ്. അൾട്രാവയേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുക. സഭയിലെ നീതി നിർവഹണത്തിലുള്ള പരമമായ മേൽനോട്ടം അപ്പസ്തോലിക് സിഞ്ഞത്തൂർ എന്ന പരമോന്നത കോടതിയിൽ നിക്ഷിപ്തമാണ്. അത് സഭയിൽ നീതി ശരിയായി നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. അത് പൗരസ്ത്യ കാനൻ നിയമം 1062 പറയുന്നത് അതാണ്. സീറോ മലബാർ സഭയുടെ തനത് നിയമത്തിന് മേൽനോട്ടത്തിനായി ഉദ്യോഗങ്ങൾ സ്ഥാപിക്കാൻ കഴിയുമെങ്കിലും സാർവത്രിക നിയമം സ്ഥാപിച്ച നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമായ അധികാരങ്ങൾ നൽകാൻ കഴിയില്ല. നീതിന്യായ നിർവഹണ അധികാരങ്ങൾക്കിടയിലുള്ള വേർതിരിവും സ്വാതന്ത്ര്യവും ഈ ഘടന ആവശ്യപ്പെടുന്നു. അതായത് പരമോന്നത ജാഗ്രത ഇല്ലേ, സഭയിൽ നീതി ശരിയായി നിർവഹിക്കപ്പെടുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് അപ്പസ്തോലിക് സിഞ്ഞത്തൂറയാണ്. ആ അപ്പസ്തോലിക് സിഞ്ഞത്തൂറയ്ക്ക് അധികാരങ്ങൾ കവർച്ച ചെയ്യുന്ന തരത്തിൽ പൗരസ്ത്യ കാനൻ നിയമത്തിലെ നിയമങ്ങൾ കവർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ സീറോ മലബാർ സഭയ്ക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. അതിനാൽ ഈ സുപ്പീരിയർ ട്രിബ്യൂണലിന്റെ അധികാരം എന്ന് പറയുന്നത് മേൽനോട്ടമാണ്. അത് മറ്റൊരു കോടതിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമൊന്നും ഇല്ല എന്നാണ് വക്കീലന്മാർ പറയണേ. ജനറൽ മോഡറേറ്ററുടെ നടപടി കാനൂൻ നിയമത്തിൽ ഒരു നിർണായക സംഘർഷം വ്യക്തമാക്കുന്നു. ഭരണപരമായ ഒരു അധികാരി നീതിന്യായ വ്യവസ്ഥയുടെ ആവശ്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത. അതായത് നീതിന്യായ വ്യവസ്ഥ ഒന്ന്, ഭരണപരമായ അധികാരം ഒന്ന്. ഭരണപരമായ ഒരു അധികാരി നീതിന്യായ വ്യവസ്ഥയിലേക്ക് കടന്നു കയറുക, അതിന്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുക, നീതി ശരിയായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ സഭാഭരണത്തിന്റെ നിർവഹണ വിഭാഗത്തിന് നിയമാനുസൃതമായി പങ്കുണ്ടെങ്കിലും ഈ മേൽനോട്ട അധികാരം കക്ഷികളിൽ ഒരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നീതിന്യായ നടപടിയിൽ ഇടപെടാനോ നിയന്ത്രിക്കാനോ നിർത്താലാക്കാനോ ഉള്ള ഉപാധിയായി മാറുന്നത് അപകടമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക കോടതി മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പനയാൽ സ്ഥാപിതമായതും അദ്ദേഹത്തിന് ലഭിച്ച നീതിന്യായ അധികാരം വിനിയോഗിക്കുന്നതുമാകുന്നു. നീതിന്യായ അധികാരത്തിന് സാധ്യത നിലനിൽക്കുന്നത് നിർവഹണ ഭരണാധികാരിൽ നിന്നുള്ള അനാവശ്യ സ്വാധീനങ്ങളിൽ നിന്നുള്ള അതിന്റെ സ്വാതന്ത്ര്യത്തിലാണ് അല്ലെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുക. എന്നാൽ ഈ സസ്പെൻഷൻ കൽപ്പന മേജർ ആർച്ച് ബിഷപ്പ് വികാരിയ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നീതിന്യായ നടപടിയെ പെട്ടെന്ന് നിർത്തിവെക്കുന്ന നിർവഹണ നടപടിയായി പോയി. അദ്ദേഹത്തിന്റെ നടപടികളാണ് ഈ കോടതി പരോക്ഷമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ നടപടി മേൽനോട്ടം വാക്കിന്റെ കാനൂൻ അർത്ഥത്തെ മറികടന്ന് അതിനെ നേരിട്ടുള്ള നിയന്ത്രണമാക്കി മാറ്റി. ഇപ്പൊ മേൽനോട്ടും വിജിലൻസ് ഒന്നുമല്ല, നിയന്ത്രിക്കുകയാണ്. ഈ അധികാരങ്ങളുടെ വേർതിരിവ് നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം തുടങ്ങിയ സഭയിലെ ശരിയായ നീതി നിർവഹണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നു. മൂലക്കാട്ട് പിതാവിനെതിരെയുള്ള ആരോപണങ്ങളുടെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയണേ. ഇനി മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പനയിലെ ഗുരുതരമായ വസ്തുതാപരമായ നടപടിക്രമങ്ങളെ സംബന്ധിച്ച ക്രമക്കേടുകൾ.
യോഗ്യതയുടെ അടിസ്ഥാനമായ ചോദ്യത്തിനപ്പുറം ഈ കൽപ്പനയുടെ ഉള്ളടക്കത്തിലും അത് പുറപ്പെടുവിച്ച നടപടിക്രമത്തിലും ഗുരുതരമായ വൈകല്യങ്ങളുണ്ട്. ഈ വൈകല്യങ്ങൾ കൽപ്പനയുടെ നിയമപരമായ ശക്തിയെയും ധാർമ്മിക അധികാരത്തെയും ദുർബലപ്പെടുത്തുന്നു. അത്ര പ്രാധാന്യമുള്ളവയാണ്. 1. പ്രതിരോധിക്കാനുള്ള മൗലിക അവകാശത്തിന്റെ ലംഘനം. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയിൽ നിന്നുള്ള ഔദ്യോഗിക പരാതിയുടെയും പരാതിയും അനുബന്ധ രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൽപ്പനയെന്ന് മൂലക്കാട്ട് പിതാവ് പറയുന്നു. എന്നാൽ സസ്പെൻഷൻ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ്, കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് പ്രത്യേക കോടതി അംഗങ്ങൾ കേൾക്കുകയോ ചോദ്യം ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്തതായി ഒരിടത്തും പറയുന്നില്ല. മാത്രമല്ല, അധ്യക്ഷനായ ജഡ്ജിയുടെ പ്രതിഷേധക്കുറിപ്പിൽ ഈ മാരകമായ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു. ഈ ട്രിബ്യൂണൽ കേൾക്കാതെ അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത്, അഥവാ ഈ പ്രത്യേക ട്രൈബ്യൂണലിനെയും ആരോപണ തെളിവുകളും അറിയിക്കാതെ, ആ പരാതികൾ അർത്ഥമെന്നു അറിയിക്കാതെ, ഞങ്ങളുടെ അഭിപ്രായം അറിയാതെ, ഞങ്ങളുടെ വിശദീകരണം കേൾക്കാതെ ഇത് പുറപ്പെടുവിച്ചത് എല്ലാ നടപടിക്രമങ്ങളെയും ഞങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെയും ലംഘിക്കുകയാണ്. മറുപക്ഷത്തെയും കേൾക്കണമെന്ന തത്വത്തിന്റെ വ്യക്തവും ഗുരുതരവുമായ ലംഘനമാണിത്. ഇത് സഭാ നിയമത്തിലൊരു നടപടിക്രമം മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള നീതി എന്ന ആശയത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമ തത്വമാണ്. തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ അറിയാനും സ്വയം പ്രതിരോധിക്കാനുമുള്ള ഓരോ വ്യക്തിയുടെയും കോടതി പോലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവകാശം കാനൂൺ നിയമത്തിൽ തന്നെ ഉറപ്പു നൽകുന്ന വിശ്വാസികളുടെ മൗലിക അവകാശമാണ് പൗരസ്ത്യ കാനൂൺ നിയമം 24(1). ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഏകപക്ഷീയമായ ഭരണപരമായ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ആ വ്യക്തിയെ കേൾക്കാൻ അവസരം നൽകണമെന്ന് കാനൂനിക നിയമത്തിനും ഭരണപരമായ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും സ്ഥിരമായി ഊന്നി പറയുന്നു. പ്രതിരോധത്തിലുള്ള ഈ മൗലിക അവകാശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു മൂലക്കാട്ട് പിതാവ്. ഭരണപരമായ കൽപ്പനകൾ ഉയർന്ന അധികാരികൾ റദ്ദാക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളിൽ ഒന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അത് നടപടിയെ അടിസ്ഥാനപരമായി തന്നെ അനീതിയാക്കി മാറ്റുന്നു. മൂലക്കാട്ട് പിതാവിന്റെ നടപടി അടിസ്ഥാനപരമായി തന്നെ അനീതിയാണ്. രൂപപരമായ വൈകല്യം, അതിൻ്റെ ഈ കൽപ്പനയുടെ ഫോം കാനോനിക അടിസ്ഥാനം വ്യക്തമാക്കിയിട്ടില്ല. ഈ പാമ്പാറേച്ചൻ്റെ പ്രതിഷേധ കുറിപ്പിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. നിർണായകമായ വൈകല്യം ഈ കൽപ്പനയ്ക്കുണ്ട്, മൂലക്കാട്ട് പിതാവിൻ്റെ കൽപ്പനയ്ക്ക്. ഈ സസ്പെൻഷൻ, അതായത് കോടതിയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഏത് കാനൂൺ നിയമപ്രകാരമാണ് ഏർപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ഈ സസ്പെൻഡ് സ്വഭാവത്തെക്കുറിച്ച് ഈ ട്രിബ്യൂണല്, കോടതി അജ്ഞതയിലാണ്. ഒരു ഭരണപരമായ നടപടി, പ്രത്യേകിച്ച് ഒരു കോടതി സസ്പെൻഡ് ചെയ്യുന്നത് പോലുള്ള ഗൗരവമേറിയ ഒന്ന് രേഖാമൂലം നൽകണം. പൗരസ്ത്യ കാനൂൺ നിയമം 15(11). അതൊരു തീരുമാനമാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ ചുരുക്കമായെങ്കിലും വിശദീകരിക്കണം. പൗരസ്ത്യ കാനൂൺ നിയമം 15(20). നിയമപരമായ ഉറപ്പിന് ഈ ആവശ്യം അത്യന്താപേക്ഷിതമാണ്. ഇത് തങ്ങൾക്കെതിരായ നടപടിയുടെ നിയമപരമായ അടിസ്ഥാനം മനസ്സിലാക്കാനും ശരിയായതും വ്യക്തവുമായ ഒരു പ്രതിരോധം രൂപപ്പെടുത്താനും പരാതിക്കാരനെ അനുവദിക്കുന്നു. ഒരു പ്രത്യേക കാനൂൺ നിയമമോ തനത് നിയമത്തിലെ ചട്ടമോ ഉദ്ധരിക്കാതെ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ മോഡറേറ്ററായ മൂലക്കാട്ടിന് അധികാരമുണ്ടെന്നത് എവിടെ നിന്ന് വ്യക്തമാകും? അധികാരമുണ്ടോ? ഇതിന് വിരുദ്ധമായി എന്തും റദ്ദാക്കിക്കൊണ്ട് എന്ന അവസാന വാചകം താഴ്ന്ന തലത്തിലുള്ള നിയമങ്ങളെയോ ആചാരങ്ങളെയോ അസാധുവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ നിയമപ്രയോഗമാണ്. എന്നിരുന്നാലും ഇത് ഇല്ലാത്ത അധികാരം സൃഷ്ടിക്കാനോ നടപടിയുടെ നിയമപരമായ അടിസ്ഥാനം വ്യക്തമാക്കുന്ന വ്യവസ്ഥയ്ക്ക് പകരമാകാനോ കഴിയുന്ന ഒരു മാന്ത്രിക വാക്യമല്ല. രൂപപരമായ അടിസ്ഥാന വൈകല്യമോ യോഗ്യതയുടെ അഭാവമോ പരിഹരിക്കാൻ ഈ വാചകം കൊണ്ട് കഴിയില്ല. സ്വന്തം അധികാരത്തെ നിയമത്തിലൊരു പ്രത്യേക വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നതിലൂടെ ഈ കൽപ്പന ഏകപക്ഷീയമായി കാണപ്പെടുകയും കോടതിയുടെ ശരിയായ പ്രതിരോധത്തിലുള്ള അവകാശത്തെ ലംഘിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മൂലക്കാട്ടിന്റെ കൽപ്പന നിലനിൽക്കില്ല. ന്യായവും ഗൗരവമരിതും ആനുപാതികമായ കാരണത്തിന്റെ ഭാവം മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പനയിലെ മറ്റൊരു വൈകല്യമാണ്. പരാതിയിലെ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടി അടിസ്ഥാനമുള്ളതായി കാണപ്പെടുന്നു എന്നാണ് മൂലക്കാട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ എന്ന കൽപ്പന എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രഥമ ദൃഷ്ടി എന്നാൽ ആദ്യ നോട്ടത്തിൽ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയിൽ, നിയമത്തിൽ പ്രഥമ ദൃഷ്ടിയുള്ള കേസ് എന്നാൽ അർത്ഥം. അതായത് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു സംഗതി, അത്രയേ ഉള്ളൂ. ഒരു കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് മാത്രമേ പ്രഥമ ദൃഷ്ടി മനസ്സിലാകുള്ളൂ. ഒരു അന്വേഷണം ആരംഭിക്കുന്നതിനൊരു മാനദണ്ഡമാണ്, അല്ലാതെ ഒരു നിഗമനത്തിലെത്തുന്നതിനോ അനിശ്ചിതകാല സസ്പെൻഷൻ പോലുള്ള ഗൗരവമായ
ഗൗരവമേറിയ തീരുമാനമെടുക്കുന്നതിന് കഴിയില്ല. പ്രഥമ ദൃഷ്ടിയെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഏകപക്ഷീയമായി പരാതി ഒറ്റ നോട്ടത്തിൽ കണ്ട് നിയമാനുസൃതം സ്ഥാപിച്ച ഒരു കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നത് തിടുക്കത്തിലുള്ളതും മതിയായ നിയമപരമായ അടിത്തറയില്ലാത്തതുമായ ഒരു നടപടിയാണ്. മൂലക്കാട്ട് സമാധാനം പറയേണ്ടി വരും. ഇനി അടുത്തൊരു പ്രശ്നം, അടുത്തൊരു വൈകല്യം. അനിശ്ചിതകാലത്തേക്ക് ഏർപ്പെടുത്തിയ ഈ സസ്പെൻഷൻ എന്ന നടപടി ഈ പറഞ്ഞ പ്രശ്നത്തിന് തികച്ചും ആനുപാതികമല്ലാത്ത ഒന്നാണ്. നീതിയുക്തമായ ഭരണത്തിന്റെ അടിസ്ഥാന ശരിയായ ആനുപാതികത്വം, ശിക്ഷയും കുറ്റകൃത്യം ശിക്ഷയും തമ്മിൽ അനുപാതം വേണം. ഇവിടെ അങ്ങനെ അനുപാതമില്ല. നിയന്ത്രിത നടപടികൾ നിയമാനുസൃതമായ ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായതിലും കൂടുതൽ കഠിനമാകരുതെന്ന് കൽപ്പിക്കുന്നു. ശിക്ഷയും കുറ്റകൃത്യം തമ്മിൽ ഒരു പൊരുത്തം വേണം. നീതിന്യായ പ്രക്രിയയുടെ സമഗ്രത സംരക്ഷിക്കുന്നതാണ് ഈ പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് മൂലക്കാട്ട് പിതാവ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷിക്കാത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അനിശ്ചിതകാല സസ്പെൻഷൻ നീതിയുടെ സമഗ്രത സംരക്ഷിക്കുക ചെയ്യുക. പരാതി കിട്ടിയ പാടെ തന്നെ കോടതിയെ സസ്പെൻഡ് ചെയ്യുക. എന്ത് നീതി സംരക്ഷിക്കാനാണ് മൂലക്കാട്ട് പിതാവേത്? അനാവശ്യമായ കാലതാമസവും ഏകപക്ഷീയമായ ഭരണപരമായ ഇടപെടലും മാത്രമാണിത്. അതിലൂടെ നീതിയുടെ സമഗ്രതയെ നശിപ്പിക്കുകയാണ്. നീതിയുടെ സമഗ്രതയെ, സത്യസന്ധതയെ നശിപ്പിക്കുകയാണ് മൂലക്കാട്ട് പിതാവ് ചെയ്തിരിക്കുന്നത്. പാമ്പാരച്ചന്റെ പ്രതിഷേധക്കുറിപ്പ് ശരിയായി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ നടപടി നീതി നിഷേധമാണ്. നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന നിയമതത്വം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പാമ്പാര പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്തെങ്കിലും നടപടി ആവശ്യമായിരുന്നെങ്കിൽ തന്നെ ആനുപാതികം ഒരു പ്രതികരണം, ഒരുപക്ഷെ കോടതി അതിന് പ്രവർത്തനം തുടരാൻ അനുവദിച്ചുകൊണ്ട് ഒരു അന്വേഷണം ആരംഭിക്കാമായിരുന്നു. അധ്യക്ഷനായ ജഡ്ജിയിൽ നിന്ന് വേണമെങ്കിൽ റിപ്പോർട്ട് ആവശ്യപ്പെടാമായിരുന്നു. പെട്ടെന്നുള്ളതും അനിശ്ചിതമായ അടച്ചുപൂട്ടല്, കോടതിയുടെ അടച്ചുപൂട്ടല് അതിന് തത്തുല്യമായി ഗൗരവമേറിയതും തെളിയിക്കപ്പെട്ടതുമായ കാരണം ഇല്ലാത്ത ഒരു കടുത്ത നടപടിയാണ്. ഒരു പരാതി വന്നപ്പോഴേക്കും കോടതിയെ സസ്പെൻഡ് ചെയ്യുക, ഇത് എവിടുത്തെ നീതിയാണ്? എന്നിട്ട് പറയാ നീതിയുടെ സമഗ്രത പാലിക്കാൻ വേണ്ടിയാണ്, നീതിയുടെ സത്യസന്ധത പാലിക്കാൻ വേണ്ടിയാന്നുള്ള വലിയ തള്ളല് മൂലക്കാട്ടിന്റെ വായിൽ നിന്ന്. തീർന്നില്ല. കൽപ്പനയുടെ ആന്തരിക യുക്തി തികച്ചും പരസ്പര വിരുദ്ധമാണ്. സഭയിലെ നീതി നിർവഹണത്തിന് അപകടകരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ് മൂലക്കാട്ട് പിതാവ്. അത് പിൻവലിച്ചു. നീതിന്യായ പ്രക്രിയയുടെ സമഗ്രത, സത്യസന്ധത സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പന അവകാശപ്പെടുന്നു. എന്നാൽ അത് ഉപയോഗിക്കുന്ന രീതി തന്നെ അടിസ്ഥാനപരമായി നീതിയുടെ സത്യസന്ധത ഇല്ലാത്ത ഒരു പ്രക്രിയയാണ്. ഏകപക്ഷീയമായ പരാതിയിൽ നടപടിയെടുക്കുകയും മറുപക്ഷത്തിന് വാദം കേൾക്കാൻ അവസരം നിഷേധിക്കുകയും നിയമപരമായ അധികാരം കോട്ട് ചെയ്യാതിരിക്കുകയും തുച്ഛമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ ആനുപാതികമല്ലാത്ത ഭയങ്കരമായ ശിക്ഷ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നിർവചനപ്രകാരം തന്നെ സത്യസന്ധതയില്ലാത്ത ഒന്നാണ്. അതിനാൽ ഈ കൽപ്പന നിലനിൽക്കുന്നതല്ല. മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പന നിലനിൽക്കുന്നതേ അല്ല. ഇതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും മൂലക്കാട്ട് പിതാവ് അത് തത്വത്തിൽ പിൻവലിച്ചിരിക്കുകയാണ്. പ്രതിഷേധക്കുറിപ്പ് മാത്രമല്ല, അപ്പസ്തോലിക് സിഗ്നത്തൂറ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതി സമീപിക്കുമെന്ന് കാനൻ 1001 വെച്ചിട്ട് പാമ്പാറ അച്ഛൻ കോട്ട് ചെയ്തപ്പോൾ ഇതങ്ങ് എന്താ പറയുക, ഉടഞ്ഞു വീണു. മൂലക്കാട്ട് പിതാവിന്റെ കോടതി മോഡറേറ്ററൊക്കെ ഉടഞ്ഞു വീണു. മെത്രാമാരെ, നിങ്ങൾ എത്ര നാള് ഇതുപോലെ തിന്മയുടെ പേരിൽ ഒറ്റക്കെട്ടായി നിൽക്കും? എറണാകുളത്ത് വിമത വൈദികരും ആത്മായ മുന്നേറ്റക്കാരും പറഞ്ഞിരുന്നൊരു വാക്കാണ് ഒറ്റക്കെട്ട്. എന്തിനായിരുന്നത്? കുർബാനയെ അവഹേളിക്കാൻ, കൂതാശകൾ അവഹേളിക്കാൻ അവർ ഒറ്റക്കെട്ടായിരുന്നു. അതായത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമായ പാപം ചെയ്യാൻ അവർ ഒറ്റക്കെട്ടായിരുന്നു. ആ ഒറ്റക്കെട്ടിൻ്റെ അത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. എന്തിന്? തിന്മ ചെയ്തവരെയും കുറ്റവാളികളെയും സംരക്ഷിക്കാൻ മെത്രാന്മാർ ഒറ്റക്കെട്ട്. ഈ ഒറ്റക്കെട്ട് ഈ സിനഡിൽ പൊളിഞ്ഞില്ലെങ്കിൽ, ഈ വരുന്ന സിനഡിൽ പൊളിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ കാത്തിരുന്ന് കാണും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.